ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എല്ലാവരും ഈ മഴക്കാലത്ത് കുറച്ച് കെയർ ചെയ്തൊക്കെ ഇരിക്കുക. ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി, പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ പ്രത്യേകം കെയർ ചെയ്യുക. അവരവരുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിയുക. ആൺപെൺ വ്യത്യാസമില്ലാതെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യണം. പ്രത്യേകിച്ച് 40+ ഉള്ളവർ, 45+ഉള്ളവർ, 50+ഉള്ളവരൊക്കെ നല്ലതുപോലെ നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ പൊതുവെ അമ്മയച്ഛനുമൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛനെ ഒക്കെ വേദനിപ്പിക്കാറുണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ. ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ ആ തെറ്റ് പറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു സംഭവമായി കോർത്തിണക്കുകയാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, ഒരു ലേഡിയുടെ മകൾ. ഓക്കെ, അപ്പോൾ അവർ നമ്മളുമായിട്ട് നല്ല കണക്ഷനായിരുന്നു. അപ്പോൾ ആ വീട്ടിലൊരു അവർക്കൊരു മകളുണ്ട്. അത് വിവാഹിതയായി പോയി. അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ അതൊരു മകനാണ്. അപ്പോൾ ഈ മോൾക്കുള്ള കുഞ്ഞ് ചെറിയ ആൺകുട്ടിയാണ് അന്ന്. അപ്പോൾ ഈ അമ്മ പിന്നീട് വീട്ടിൽ ഈ മകളെ കൂടെ നിർത്തി അങ്ങനെ കാര്യങ്ങൾ പരിപാലിച്ചു പോവുകയാണ്. ഈ മകൾ കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം അമ്മയുമായി സ്ഥിരം വഴക്കാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക്. കാരണം അമ്മ ഇപ്പം സാമ്പാർ വയ്ക്കുമെങ്കിൽ അവൾ പറയും, അമ്മ എന്തിനാണ് സാമ്പാർ വെച്ചത്? ഞങ്ങളുള്ളത് കൊണ്ടാണോ? ഞങ്ങളിപ്പം ഇവിടെ എക്സ്ട്രാ വന്ന് നിൽക്കുന്നത് കൊണ്ടാണോ അമ്മ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനുള്ള വഴക്ക്. അങ്ങനെ ആദ്യമൊക്കെ അച്ഛൻ അറിയാതെ ഈ സ്ത്രീ കൈകാര്യം ചെയ്തു. മോളല്ലേ പോട്ടെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ നോക്കിയപ്പോൾ അവൾക്ക് ഇവിടെ വയ്ക്കുന്ന ആഹാരങ്ങളൊന്നും ഓക്കെ അല്ല. അവൾ ഒരേ വീട്ടിൽ തന്നെ 2 അടുപ്പിൽ പാചകം തുടങ്ങി. അപ്പോഴും ഈ അമ്മ നമ്മളോട് ആരോടും ഈ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യുന്നില്ല. അവരവരുടെ വേദന മനസ്സിൽ ഒതുക്കി ഇങ്ങനെ ഈ മോളുമായിട്ടുള്ള യുദ്ധം, അതിനെ നമുക്ക് യുദ്ധമെന്ന് തന്നെ പറയാം. ഒരു അടുക്കളയിൽ 2 അടുപ്പ് വയ്ക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, മരുമകളും അമ്മയമ്മയല്ല, മോളും അമ്മയും ആണെന്ന് ഓർക്കുക. ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകും. അത് കഴിഞ്ഞ് മോള് വന്ന് നോക്കിയിട്ട് പിന്നെ എങ്ങനെയൊക്കെ എന്തൊക്കെ അനുരഞ്ജന സംഭാഷണം നടത്തിയിട്ടും ഭർത്താവിൻ്റെ വീടുമായി ഒരുമിച്ച് പോകാൻ ഈ മകൾ തയ്യാറല്ല എന്നുള്ളതായിരുന്നു വാസ്തവം. അമ്മയോട് തന്നെ ചേരാത്ത മകൾ എങ്ങനെയാണ് അമ്മായി അമ്മയോട് ചേർന്ന് പോവുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പിന്നീടായപ്പോൾ ഈ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ്, ഇപ്പോൾ ഈ പലവ്യഞ്ജന സാധനങ്ങൾ തന്നെ, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്മ എടുത്തു എന്ന് പറഞ്ഞ് ഡെയിലി അതിൻ്റെ പേരിലൊരു വഴക്ക്. അവർ യഥാർത്ഥത്തിൽ ഇവളുടെ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാറേ ഇല്ല, ഈ വഴക്കിനെ പേടിച്ച്. ഈ വഴക്ക് വളരെ അക്രമാസക്തമായ രീതിയിൽ പോലും പോകാറുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ അമ്മയുടെ പുറത്തോട്ട് വലിച്ചെറിയുക, ഈ രീതികളൊക്കെയാണ് ഈ മകൾ ചെയ്തത്. തീരെ സഹികെട്ടപ്പോൾ അവർ അടുത്തുള്ള 2-3 ലേഡീസ്, ഞാൻ ഉൾപ്പെടെയുള്ളവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് എനിക്ക് അവർക്ക് കൊടുക്കാവുന്ന മാനസിക പിന്തുണ ഞാൻ കൊടുത്തെങ്കിലും അവർ പറഞ്ഞു, നമ്മൾ അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു വീടല്ലല്ലോ, മക്കളെന്ന് പറഞ്ഞ് ജീവിതം മാറ്റിവെച്ച ഒരു ഫാമിലി, മറ്റുള്ളവരിത് അറിഞ്ഞാൽ എത്ര നാണക്കേടായിരിക്കും എന്നുള്ളതിനെ കരുതിയാണ് അവർ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ചുമൊക്കെ പോകുന്നത്. മക്കളെ പൊന്നുപോലെ നോക്കിയ ഒരു അമ്മയ്ക്ക് നടന്ന കഥയാണ്, റിയൽ സംഭവമാണ്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ പിന്നീട് ഈ മോള് വീട്ടിൽ നല്ല നല്ല മധുര പലഹാരങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അമ്മയും അച്ഛനും നോക്കിയിരിക്കവേ അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈ ഫുഡ് കഴിക്കും. എന്നാൽ അമ്മയ്ക്കും അച്ഛനും ചോദിക്കില്ല. അവർക്ക് വേണ്ട, അവർ ചോദിക്കുകയില്ല ഇവളോട്. കാരണം ഇവൾ കൊടുക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. മാത്രമല്ല വഴക്കിന് വയ്യാത്തത് കൊണ്ട് തന്നെ അവർ ഈ മോളുടെ ഒരു കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചിരിക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. അമ്മ ഒടുവിൽ ഈ മകളുടെ ഞാൻ പറഞ്ഞ ഈ ലേഡി കുറച്ച് കാര്യങ്ങൾ അടുത്തുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ്
അവർക്ക് വേണ്ട ധൈര്യമൊക്കെ കൊടുത്തെങ്കിലും പിന്നീട് ഈ അമ്മ മരണപ്പെട്ടു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ മകൾ അവിടെ തന്നെ താമസം, ഫ്ലാറ്റിൽ തന്നെ അങ്ങ് താമസം കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നെ ഒരച്ഛനുള്ളതിൻ്റെ നേർക്കായി ഈ മകളുടെ ഫുൾ അക്രമവും. അപ്പം അച്ഛൻ പ്രായധിക്യം, അച്ഛനെ അടിക്കുക വരെ ചെയ്യുന്ന ഒരു മകളാണ്. ഇത് പുറത്ത് പറഞ്ഞാൽ എന്തുമാത്രം റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാം. അച്ഛനെ പിടിച്ചു തള്ളുക, വായിൽ വരുന്നത് പോലെ പറയുക, ഒരച്ഛനും കേട്ട് നിൽക്കാൻ കഴിയാത്ത അത്രയും നികൃഷ്ടമായി സംസാരിക്കുക, ഇതൊക്കെയാണ് ആ മകൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കവേ മകൾക്ക് സുഖമില്ലാതായി. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം പിന്നെ ഈ മകൾ എന്നെ ഹോസ്പിറ്റലിലൊന്ന് കൂടെ ചെല്ലാമോ എന്ന് ആവശ്യപ്പെട്ടു. കാരണം മകൻ പഠിക്കാൻ പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് കൂടെ പോകാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ ആ ഹോസ്പിറ്റലിൽ കൂടെ പോയിരിക്കുകയും ആ സമയത്ത് ഓരോ ഡയഗ്നോസിസ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിന് സംശയം ഇവൾക്ക് പിന്നെ ക്യാൻസർ എന്ന് പറയുന്നതിൻ്റെ സെൽസ് ഇവളുടെ ബോഡിയിലുണ്ടോ എന്നുള്ളതായിരുന്നു സംശയം. അപ്പം അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി ഇരുന്ന സമയത്ത് ഇവളിങ്ങനെ സ്വയം ഞാൻ അടുത്തിരിപ്പുണ്ട്. എൻ്റെ കൂടെ വേറൊരു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന മറ്റൊരു ലേഡി കൂടെ ഉണ്ടായിരുന്നു. ഇവൾ സ്വയം ഇരുന്ന് പറയുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ എന്ന് പറഞ്ഞ് കണ്ണിൽ കൂടെ വെള്ളം ഒഴുകുകയാണ്. ഇപ്പം എൻ്റെ മകനും പഠിച്ചൊരു നിലയിലേക്ക് വന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണോ എനിക്ക് ഇത്രയും വലിയ അസുഖത്തിന് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി എനിക്ക് വന്നിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളാരെ സഹായത്തിന് വിളിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്ന് ഈ മകൾ സ്വയം ഇരുന്നിങ്ങനെ പറയുകയാണ്. ഞങ്ങളോടല്ല, അറിയാതെ പറയുന്നത്, മനസ്സിൽ നിന്ന്. അതാണ് പറയുന്നത്, നമ്മളൊരു തെറ്റ് ചെയ്താൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്തെടുക്കും എന്നുള്ളതാണ്. ഈ മകളുടെ റിപ്പോർട്ട് വന്നപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ ഡോക്ടർ സംശയിച്ച അസുഖം തന്നെയായിരുന്നു. പിന്നെ ആ പെണ്ണിൻ്റെ ഓരോ ദിവസവും, ഈ പെൺകുട്ടിയുടെ ഓരോ ദിവസവും നരക തുല്യമായ ജീവിതമായിരുന്നു. കാരണം അച്ഛൻ പ്രായാധിക്യമാണ്, അച്ഛനെ കൊണ്ടൊന്നും എടുത്തു കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഈ മകൻ പഠിക്കാൻ പോകണം. അപ്പം വെള്ളം ഒന്ന് ചെന്ന് എടുത്ത് തൊട്ടടുത്തിരിക്കുന്ന വെള്ളം പോലും എടുത്ത് കൊടുക്കാൻ ഒരാളില്ലാതെ നരകിച്ചുള്ള ഒരു ജീവിതം. നമ്മളും ജോലിക്ക് പോയിരിക്കും, തിരിച്ചു വന്ന് കൊടുക്കാൻ നമുക്ക് പറ്റിയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നരക തുല്യമായൊരു ജീവിതം. ചിലപ്പം ഒന്നിനും ഈ യൂറിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാസ് ചെയ്യാൻ പോലും എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത അവസ്ഥ, കീമോതെറാപ്പിയിൽ കൂടെയുള്ള യാത്രകൾ, കൂടെ പോകാൻ ആളില്ലാത്ത അവസ്ഥ, വീട്ടിൽ നാഥനും അതുപോലെ തന്നെ എല്ലാത്തിനും ഉതകുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരു വേദനയെ അറിയിക്കാതെ വളർത്തിയ മക്കൾ അമ്മയോട് ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ചെയ്യുന്ന എവ്രി ആക്ഷൻ ഹാസ് ഗോട്ട് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും അതിൻ്റേതായ തിരിച്ചടി നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു അമ്മയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എല്ലാ അമ്മമാരെയും, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഓരോ അമ്മമാരെയും നമ്മൾ മനഃപൂർവ്വമായി വേദനിപ്പിക്കാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതെൻ്റെ കണ്ണിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ കഥയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. കഥാരൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവം റിയലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഈ അമ്മ ഒരിക്കലും ശമിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അമ്മയുടെ മനസ്സിലുണ്ടാവുമല്ലോ. അമ്മയുടെ കണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ആ വേദന എന്ന് പറയുന്നത് ചിലപ്പോഴല്ല, തീർച്ചയായും നമുക്കൊരു ശാപമായി മാറും. കാരണം അത്രയേറെ യാതനകളിലൂടെയാണ് ഓരോ അമ്മമാരും സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ നല്ല അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഈ മക്കളെ നോക്കാതെയും മക്കളെ ഉപേക്ഷിച്ചും കടന്നു കളയുന്ന അമ്മമാരെക്കുറിച്ചുള്ള ഒരു ടോക്കല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോ അമ്മമാരും എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്. ഒടുവിൽ ഈ മക്കൾ അമ്മമാരോട് ചെയ്ത ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. എല്ലാവരും സ്വന്തം പാരൻസിനെ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നോക്കുക. അവരെ ഇപ്പം തൽക്കാലം നമ്മൾ അവരെ വേദനിപ്പിച്ചാൽ ഈ വേദന നാളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നേ പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെല്ലാം കഴിക്കാനുണ്ട്, ആഹാരം ഉണ്ടെങ്കിൽ നമുക്കൊരു രോഗാവസ്ഥ വരുമ്പോൾ അതൊന്നും എടുത്തു തരാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ.
ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതം ഇവിടെ പറഞ്ഞത് വഴി ആർക്കെങ്കിലുമൊക്കെ ഒരു നോക്കാതെ ഇനിയും അച്ഛനെയും അമ്മയൊക്കെ പുല്ലിൻ്റെ വില വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മനംമാറ്റം ഇതുകൊണ്ടുണ്ടാവുന്നെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയും അച്ഛനെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ഓരോ മക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നാളെ നമുക്ക് തന്നെ തിരിച്ചടിയാവാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, പ്രാർത്ഥന. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ലവ് യു ആൾ.